നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കൃഷ്ണമോള് സ്കൂള് വിട്ട് വരുവാണ്. വന്ന് നേരെ അടുക്കളയിലേക്ക് വരണ സമയത്താണ് അവിടെ ഭവിത തിരക്കിട്ട ജോലിയിലാണ്. കൃഷ്ണമോൾ ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു. ആ സമയം ഭവിത തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, നീ എന്താടി അവിടെ വന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണെന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അതെ, മര്യാദയ്ക്ക് സംസാരിക്കുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓ, അപ്പം ഇനി അങ്ങനെ സംസാരിക്കാതിരിക്കും. അല്ലയോ ഭവതി, എന്നെ ഒന്ന് സഹായിച്ചാലെന്നൊക്കെ പറയണം. അങ്ങനെ ആയിക്കോട്ടെ, ഉത്തരവ് പോലെ. അടിയങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എടി, കൂടുതലൊന്നും വളവള പറയാതെ ഞാൻ പറഞ്ഞ് അങ്ങോട്ട് ചെയ്താൽ മതി. ആ പോയ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്. പിന്നെയോ? പിന്നെ അവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടണം. കണ്ടില്ലേ ഞാനിതൊക്കെ ചെയ്യുന്നേ. പുത്തനച്ചി പുരപ്പുറം തീർക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതെന്നൊക്കെ പറയണേ. നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോൾ അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും ഭവിത വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, അലക്കാനുള്ള തുണിയൊക്കെ എടുത്തുകൊണ്ട് വരണം. അലീനേച്ചിയുടെ തുണിയൊക്കെ കൊണ്ടുവന്ന് മെഷീനകത്തിട്ട് അലക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതറിയത്തില്ലെങ്കിൽ ആ മാനുവൽ നോക്കി പഠിച്ചാൽ മതി. പഠിച്ചിട്ട് നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതാ അപ്പോൾ നന്നായത്. പിന്നെ ഒരു കാര്യങ്ങളേ ഉണ്ട്. ഇന്ന് മുതൽ നിന്റെ മുറിയും കാര്യങ്ങളൊക്കെ നീ തന്നെ വൃത്തിയാക്കണം. നിന്റെ ഡ്രസ്സൊക്കെ നീ വേണം വാഷ് ചെയ്യാനായിട്ട്. ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇന്ന് മുതൽ അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, പുത്തനച്ചി ഭവിതേച്ചി അധികം അങ്ങോട്ട് കിടന്ന ആളാവണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഭരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, എന്ത് വേണമെന്ന് എനിക്കറിയാം, പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നോക്കി ചിരിക്കുവാണ്. കൃഷ്ണമോൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നില്ലോ ഇതൊക്കെ. ഇതേ സമയത്ത് അലീനയുടെ ഫോണിലേക്ക് ശരണ്യെ വിളിക്കുവാണ്. ശരണ്യെ വിളിച്ചപ്പോൾ ശരണ്യക്ക് സംശയമായി. അലീനയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പം താൻ വേറെ ആരെയാണെങ്കിലും വിളിച്ചെന്നൊരു സംശയം. പിന്നീട് ചോദിച്ചു, അല്ല ഇത് അലീന ചേച്ചി തന്നെയല്ലേന്ന് ചോദിച്ചു. അതെ. അല്ല ചേച്ചിയുടെ സൗണ്ടിന് എന്ത് പറ്റി? അതെ, എനിക്ക് പനിയാന്ന് പറഞ്ഞു. തൊണ്ടയടപ്പുണ്ടോയെന്ന് ചോദിച്ചു. തൊണ്ടയടപ്പും വയറടപ്പും ചെവിയടപ്പും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യും? എന്താടാ? അതെ, ഞാൻ എങ്ങനെ അലീന ചേച്ചി ഒന്ന് കാണുന്നതെന്ന് ചോദിച്ചു. കാണാനോ? എൻ്റെ പനി കുറയട്ടെ, പനി കുറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതെപ്പോഴാണ് പനി കുറയണേ? അത് പറയാൻ പറ്റില്ല എപ്പോഴാന്ന്. വേണ്ട, എനിക്ക് അലീനച്ച് കാണാതിരിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അതിന് നിനക്ക് വഴി അറിയാവോ? എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നാൽ മതി. അത് ശരിയാവോ? രോഗത്തിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് നിന്റെ വീട്ടുകാർ നിന്നെ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അതിന് നിന്റെ അമ്മ സമ്മതിക്കുവാണെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ട് വരെ, പക്ഷെ ഒരു കാരണവശാലും അവരെ നിർബന്ധിക്കരുത്, അറിയാലോ, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. പനി കുറഞ്ഞുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം, അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ശരണ്യക്ക് ടെൻഷനാണ്. ശരണ്യ പറഞ്ഞു, ഞാൻ വന്നാൽ എന്താ കുഴപ്പം? വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതെ, നിനക്കൂടെ പനി പിടിച്ചാലോ? ഓ, പനി പിടിക്കുവാണ്, അങ്ങോട്ടേക്ക് പിടിച്ചോട്ടെ. ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, ഇത് വൈറൽ ഫീവറാ. വന്നു കഴിഞ്ഞാൽ അറിയാം, ശരീരം നൊമ്പരം, തൊണ്ടയടപ്പ്, ജലദോഷം, നീർക്കെട്ട്, ഇന്ന് വേണ്ട സർവ്വ പ്രശ്നങ്ങളും കാണും. അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ. അതെ, അല്ലെങ്കിൽ ചേച്ചി ലൊക്കേഷൻ ഇട്ടാട്ടെ, എന്നെ കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരും, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യ കോള് കെട്ടിയുന്നേ. ഈ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം പാവം തന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് താൻ നിസ്സഹായാണല്ലോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പം ഭവിത തുടയ്ക്കുന്ന മോപ്പയ്ക്കായിട്ട് മുകളിലേക്ക് കയറി ചെന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ തുടയ്ക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് രോഹിത് ഇറങ്ങി വരുന്നത്. ഇതെന്താന്ന് ചോദിച്ചു. എന്താ കണ്ണ് കണ്ടുകൂടെന്ന് ചോദിച്ചു. കണ്ടു, തുടയ്ക്കുന്ന കണ്ടു. പിന്നെന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് ഇങ്ങനെ നോക്കി. എന്നിട്ട് ചെയ്ത് പതിവില്ലാത്ത കാഴ്ചകളായതുകൊണ്ട്, അതെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രോഹിത്തേണ് ഞാനിവിടെ തുടയ്ക്കുന്നതുകൊണ്ട്? വല്ല ശബ്ദമൊക്കെ വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ശബ്ദമില്ലാതെ തുടയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്ക്. രോഹിത്തേടൻ തന്നെ തുടച്ചോ ഇന്നാന്ന് പറഞ്ഞു. വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, നീ തന്നെ തുടച്ചാൽ മതി, എനിക്ക് ഈ ശബ്ദമൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ശരി ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് മുതൽ രോഹിത്തേണ്ട മുറിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അറിയാലോ. മുറിയൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടോണം. പിന്നെ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് കഴുകിക്കണം, ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചേക്കല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. അങ്ങനെ അവിടെയെല്ലാം അവള് ക്ലീൻ ചെയ്തിടുവാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ മുറിയിലൊരു മുട്ട്. ബാലേന്ദ്രൻ പോയി കഥ തുറന്നു. അതെന്താ നീ മോപ്പയ്ക്കായിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? മുറി ക്ലീൻ ആക്കാനെന്ന് പറഞ്ഞു. ആരുടെ? എൻ്റെ മുറിയോ? അതെ, അച്ഛൻ്റെ മുറി ക്ലീൻ ചെയ്യണം. ഓ, ക്ലീൻ ചെയ്യണമെന്നോ? അല്ല, നീ ക്ലീൻ ചെയ്യുമായിരുന്നോ? അതെ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ
പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ രോഹിത് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ക്ലീൻ ചെയ്യാൻ വന്നതല്ലേ, എൻ്റെ മുറിയും കൂടെ ക്ലീൻ ചെയ്തേക്കാൻ പറഞ്ഞു. അല്ല ഇത് എന്തു പറ്റിയത് നിനക്ക്? അത് കേട്ട് ഞാൻ ബബിത പറഞ്ഞു, ഇവിടെയൊക്കെ ക്ലീൻ ആക്കണ്ടേ, അലീനേച്ചിക്ക് വയ്യല്ലോ, അപ്പം പിന്നെ ഞങ്ങൾ ഈ ജോലി അങ്ങോട്ട് ഏറ്റെടുത്തെന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, താഴെ ഒരാളും കൂടെ ഉണ്ട്, കൃഷ്ണമോള്, താഴത്തെ ഫ്ലോർ അവൾ ക്ലീൻ ചെയ്താളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ ഉണ്ടേ, എന്നെയും കൂടെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പോയി ബാൽക്കണിയിൽ നോക്കി കഴിയുമ്പോൾ താഴെയെല്ലാം കൃഷ്ണമോള് തുടച്ച് വൃത്തിയാക്കുവാണ്. ആ സമയം ഭവിത പറഞ്ഞു, അലീനച്ചിക്ക് വയ്യാത്തോണ്ടാ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊരു നല്ല കാര്യമാണ്, ഇത് തുടർന്ന് മുന്നോട്ട് പോയിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടികളൊക്കെ പണിയെടുക്കാൻ നല്ലതാ. അല്ല ഭവിതേ, നിനക്ക് ഈ ശീലമൊന്നും ഇല്ലാത്തതായിരുന്നല്ലോ, സാധാരണഗതിയിൽ ദേഹം അനങ്ങി ഒരു പണിയെടുക്കാത്ത നീയാ, പിന്നെ എന്ത് പറ്റി പെട്ടെന്നിത്? അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അത് ഹലീന ചേച്ചിക്ക് വയ്യാന്ന് പറഞ്ഞോണ്ടാ. അല്ല നിനക്ക് ജോലിയൊന്നും ഇല്ലേ? ഭവിത പറഞ്ഞു, രോഹിത്തേണ് ഇപ്പം അലീന ചേച്ചി ബൈസ്റ്റാൻഡർ ആണല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ജോലിയൊന്നും കൊടുത്തിട്ടില്ല, അത് കഴിയുമ്പോൾ എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മുറിക്കകത്തേക്ക് കയറിപ്പോയി. ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലും എൻ്റെ മക്കളുടെ ഐക്യം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, ഇത്രയും നാൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, ഇതെനിക്ക് കാണാൻ പറ്റിയല്ലോ, സന്തോഷമായല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിത വൈജയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും വൈജ കമ്പ്യൂട്ടറിനകത്തൊക്കെ നോക്കി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബബിത ചോദിച്ചു, ഈ ആഹാരം ഇത് എവിടെ വെക്കണം? ആ സ്ഥലമുള്ള എവിടെയെങ്കിലും വെക്കാൻ പറഞ്ഞു. പെട്ടെന്ന് വൈജിരിക്കുന്ന ആ ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. ഇതെന്താടി ഇവിടെയാണോ നീ വെക്കണമെന്ന് ചോദിച്ചു. സ്ഥലമുള്ളിടത്തല്ലേ അമ്മ വെക്കാൻ പറഞ്ഞേ, ഞാൻ നോക്കിയിട്ട് ഇവിടെ മാത്രം സ്ഥലമുള്ളൂ, അതാ ഇവിടെ വെച്ചെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, അതെൻ്റെ തലയിലേക്ക് എടുത്ത് ഒഴിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, ഒഴിക്കണം എന്നുണ്ടായിരുന്നു, അവിടെ സ്പേസ് ഇല്ലല്ലോ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അല്ല തലയ്ക്കകത്ത് കയറിയിരിക്കുന്നത്, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് വൈജ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അമ്മയ്ക്ക് മര്യാദയ്ക്ക് വേണേ ആ ഡൈനിങ് ടേബിൾ വന്നിരുന്ന് കഴിച്ചാൽ പോരെ, അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, അപ്പം അമ്മയ്ക്ക് അത് പറ്റില്ല, അമ്മയ്ക്ക് അമ്മയുടെ വാച്ച് ജയിക്കണം. ഇല്ലടി, എന്നെ കൊന്നാലും ഞാൻ അവിടേക്ക് വരത്തില്ല, ഞാൻ വരണമെങ്കിൽ അവളുണ്ടല്ലോ ആ അലീനയെന്ന് പറയുന്നവൾ, ഒന്നെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ അവൾ ചത്തു പോകണം, എങ്കിൽ മാത്രം ഞാൻ ആ ടേബിൾ വന്നിരുന്ന് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ വാശിയും വൈരാഗ്യവും ആയിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അറിയാടി, ഇപ്പം നീയും നിന്റെ അനുജത്തിയും സഹോദരനും എല്ലാം അവളോടൊപ്പം അല്ലേ, ആ അലീനയെന്ന് പറയുന്നവളോടൊപ്പം എന്നെ ഒറ്റപ്പെടുത്തും അല്ലേ, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാട് വിടുന്നത്. എടി, ഇന്നലെ വന്ന അവൾക്ക് വേണ്ടിയിട്ട് ബാലേന്ദ്രന് ഇത്ര മാത്രം 10-23 വർഷക്കാലം കൂടെ ജീവിച്ച ഭാര്യനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ നാളെ നിന്നെയൊക്കെ തള്ളിക്കളയെന്ന് പറഞ്ഞു. ഇല്ലമ്മേ, അതൊരിക്കലും ഇല്ല. അലീന ചേച്ചിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നോക്കിയിരുന്നു, അതൊക്കെ വെറും നിൻ്റെയൊക്കെ തോന്നല, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അതൊന്നും നിൻ്റെ തലയിലേക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യത്തോടെ അവിടെ ഇരിക്കും. ബബിത പറഞ്ഞു, അമ്മേ ഇന്നും കൂടെ റൂം സർവീസ് ഉള്ളൂ, നാളെ മുതൽ ഡൈനിങ് ടേബിൾ വന്നിരുന്ന് കഴിച്ചോണം, അല്ലെങ്കിൽ ആഹാരം ഇല്ല എന്ന് പറഞ്ഞു. വേണ്ടടി, എനിക്കൊന്നും വേണ്ട, ഒരുത്തിടാൻ കാല് തൊട്ട് വന്നിക്കാൻ ഞാൻ വരുന്നൊന്നുമില്ല, ഞാനൊരു വാക്ക് പറഞ്ഞു തന്നെയാണ്, അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ അവൾ ചത്തു പോകണം, അല്ലാതെ ഞാൻ ആ ടേബിൾ വന്നിരുന്ന് ആഹാരം കഴിക്കില്ല. ഇത് ഈ വൈജയന്തിയുടെ വാക്ക, എല്ലാവരോടും ഒപ്പം ഇരുന്ന് കഴിക്കണമെങ്കിൽ അതേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയെ ഇറക്കി വിട്ടു. പിന്നീട് ബബിത അലീനയ്ക്കുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവാണ്. കൂടെ കൃഷ്ണമോളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് അലീനയോട് പറഞ്ഞു, ഇതാ കഞ്ഞി കുടിക്കാനായിട്ട് പറഞ്ഞു. ഇന്നും കഞ്ഞിയാണോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു. പിന്നോ എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണമെന്ന് പറഞ്ഞു. പൊറോട്ടയും ചിക്കൻ ഫ്രൈയോ? പനിയായിട്ട് കിടക്കുന്ന ആൾക്കാ? പനിയായിട്ട് കിടക്കുന്ന ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരമൊന്നും അല്ലത്, അതുകൊണ്ട് അതൊന്നും പറ്റില്ല. എനിക്കത് മതി, ഈ കഞ്ഞി കുടിച്ച് ഞാൻ മടുത്തെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കഞ്ഞിയാണ് ഒരു കാര്യം ചെയ്യുക, എനിക്ക് കോരിത്ത, എന്നെ കൊണ്ട് തനിച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കോരിത്തരാനോ? ദേ കൃഷ്ണൻ, നീ കോരി കൊടുക്കാൻ ബബിത പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് അച്ഛനെ കഞ്ഞി കുടിക്കാൻ വിളിക്കണം എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോള് പെട്ടെന്ന് നൈസായിട്ട് എസ്കേപ്പായി. അത് ബബിതയ്ക്കിട്ട് പണി കൊടുത്താണ്. അലീനയുടെ ആഗ്രഹം എന്താണെന്ന് കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് കഞ്ഞി കോരി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, പെട്ടെന്ന് കഴിക്കണം, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കും അലീന കൃഷ്ണമോളുടെ കവിളത്ത് ഇങ്ങനെ പതുക്കെ തന്നെ തൊട്ടിട്ട് ഉമ്മ വെക്കുകയാണ് ആ കയ്യിലെത്തിട്ട്. ഇതെന്തായി കാണിക്കുന്നത്, ഇതെന്തോ ഗോഷ്ടിയൊക്കെയാന്ന് ചോദിച്ചു. അതെ, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ദേ വേണ്ട കേട്ടോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിന്റെ ദേഷ്യം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അതെ, എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിച്ചു തരുമോ? പറഞ്ഞല്ലോ പനി ആയതുകൊണ്ട് വാങ്ങിച്ചു തരാൻ പറ്റില്ല എന്ന്. അല്ല ഇന്ന് വേണ്ട, ഇനി പനി കുറഞ്ഞു കഴിയുമ്പം പനി കുറഞ്ഞുമ്പോൾ അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ വാങ്ങിത്തരും. അച്ഛൻ മേടിച്ചു തരണ്ട, എനിക്ക്
നീ വാങ്ങിച്ചെന്നാൽ മതി, നീ ഇതുവരെയായിട്ട് എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവതി ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് കൃഷ്ണമോള് പോയി ബാലേന്ദ്രനെ കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ വന്ന് ആ കാഴ്ച കാണുവാണ്. അപ്പോഴേക്കും ഭവതി ദേഷ്യത്തോട് ചോദിച്ചു, എന്താ ഇവിടെ എന്താ വല്ല എക്സിബിഷൻ നടക്കുന്നുണ്ടോ? കാഴ്ച കാണാൻ വന്നിരിക്കുവാണോന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, അയ്യോ ഒരു പാവൻ രോഗി ഇവിടെ കിടക്കണമെന്നുണ്ടെന്ന് അറിഞ്ഞു, രോഗി ഒന്ന് കാണാൻ സന്ദർശിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നാ. ഇനി ഭവതിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഭാച്ച എന്ന് പറഞ്ഞു. ഈ സമയം ബബിത അലീനയോട് പറഞ്ഞു, അതെ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക, പിന്നെ എന്ന് വെച്ചാൽ ഞാൻ അത്ര വല്ല പൊട്ടിയല്ലേ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു. അലീന ബബിതയെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് ബബിത കഞ്ഞി കോരി കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കോരി കൊടുക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി ബബിത ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.